സോഷ്യൽ മീഡിയയിലെ പ്രണയവും അടുത്ത വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണിയും രണ്ടും ഒരുപോലെയാണ്. രണ്ടും നമ്മളെ കൊതിപ്പിക്കും, പക്ഷെ കിട്ടൂല. അവസ്ഥ ഒന്നും ശരിയല്ലട്ടാ. ഒരാളെ വയസ്സ് കൂടും തോറും അയാളെ കോസ്റ്റ് കൂടി കൂടി വരും. അത് ഞാൻ വിശദീകരിച്ചു തരാം. മുടി നരച്ചു കഴിഞ്ഞാൽ കളറടിക്കണം, കണ്ണ് കേടാന്ന് കഴിഞ്ഞാൽ കണ്ണട വെക്കണം, പല്ല് കേടായി കഴിഞ്ഞാൽ ചിലർ സ്വർണത്തിന്റെ പല്ല് വെക്കും, ചിലർ നോർമൽ പല്ല് വെക്കും. ബ്ലഡിലാണെങ്കിൽ പഞ്ചസാര ഉണ്ടാവും, കിഡ്നിയിലാണെങ്കിൽ കല്ലും ഉണ്ടാവും. ശരിയല്ലട്ടാ. കേരളത്തിൽ അതിശക്തമായ മഴയാണ് 2 ദിവസമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകളൊക്കെ ഭയങ്കര പേടിയിലാണ്. ഇടുക്കി ഡാം എങ്ങാനും പൊട്ടിയാലോ എന്ന് കരുതിയിട്ട്. ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒഴുകി വരുന്ന വെള്ളം മുഴുവൻ താങ്ങി നിർത്താനുള്ള കുഴികൾ നമ്മളെ റോട്ടിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ആർക്കും ഭയമല്ല വേണ്ടത്, ജാഗ്രത. അതാണ് അവസ്ഥ. ശരിയല്ലട്ടാ. 10ാം ക്ലാസ്സിലും +2ലും നന്നായി പഠിച്ച കുട്ടികളുടെ റിസൾട്ട് 2 ദിവസം മുമ്പ് വന്നു. ഇനി ഒന്നും പഠിക്കാത്തവരുടെ റിസൾട്ട് ജൂൺ 4-ാം തീയതി വരും. ഇലക്ഷൻ എന്ന സ്ഥാനാർത്ഥികളത്. ഒരു സംശയം, നമ്മൾ ഈ മധുര സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് കുറച്ച് ജിലേബി മലുവ കഴിച്ച് കിടന്നാൽ കാണാൻ പറ്റുമോ? ശരിയല്ലട്ടാ. വെള്ളത്തിൽ നിന്നാണ് കറണ്ട് ഉണ്ടാക്കണമെന്നാണ് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചത്. എന്നാ ഇപ്പത്തെ കറണ്ട് ബില്ല് കാണുമ്പോൾ മിൽമ നെയ്യിൽ ഉണ്ടാക്കിയാ തോന്നും. അവസ്ഥ ശരിയല്ലട്ടാ. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങളെ ഭർത്താവ് അറിയാതെ നിങ്ങൾക്ക് പണം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ കല്യാണാൽബത്തിൽ വെച്ചാൽ മതി. അവരൊരിക്കലും അത് നോക്കൂല. അവസ്ഥ ശരിയല്ലട്ടാ. എന്താണ് വെറുതെ ചിരിക്കണേ? ഒന്നുമില്ല ചങ്ങായി, നമ്മൾ കുഞ്ഞാവാന്റെ സ്റ്റോറി കണ്ടത് ആലോചിച്ച് ചിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് SLC റിസൾട്ട് വന്നല്ലോ. കുട്ടികളൊക്കെ A+ കിട്ടിയ മാർക്ക് ലിസ്റ്റ് സ്റ്റോറി വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞാവ് എന്താ ചെയ്തെന്ന് അറിയാം എനിക്ക്? അവൻ അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്തതിന്റെ റിസൾട്ട് സ്റ്റോറി ഇട്ടിട്ട് എനിക്കും കിട്ടി A+ എന്ന്. ബ്ലഡ് ഗ്രൂപ്പ് A പോസിറ്റീവ് ആവൂലേ? എന്നിട്ട് ഒരു കരയണ ഇമോജിയും. ശരിയല്ലട്ടാ. ചായ കുടിക്കുന്ന ആൾക്കാരെ നമ്മൾ ചായ കുടി എന്ന് വിളിക്കാറില്ല. പാല് കുടിക്കുന്ന ആൾക്കാരെ നമ്മൾ പാലുകുടി എന്ന് വിളിക്കാറില്ല. പിന്നെ ഈ കള്ളു കുടിക്കുന്ന ആൾക്കാരെ എന്തിനാ നമ്മൾ ഈ കള്ളുകുടി എന്ന് വിളിക്കണത്? അതിന് പ്രതിരോധിക്കണം. അതിന്റെ അടുത്ത് ചൂടാവണെങ്കിൽ ശരിയല്ലട്ടാ കുഞ്ഞാവാ. ഒന്നുമല്ലാത്ത നമ്മളെ ഈ ലോകത്ത് പൊന്നാട അണിയിച്ച് ബഹുമാനിക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ. ബാർബർ. മുടിവെട്ടാൻ പോകുമ്പേ. ശരിയല്ലട്ടാ. ദുഃഖം വന്നാൽ നമ്മൾ ഒരിക്കലും ദുഃഖിച്ചിരിക്കരുത്. എന്തെങ്കിലും സൂക്ഷിച്ചു വെച്ചാൽ മതി. കാരണം സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടെന്നാണ്. എടാ, നമ്മൾ ഈ പറഞ്ഞു കേൾക്കാറില്ലേ, പട്ടിയെ പോലെ പണിയെടുക്കുക, പട്ടിയെ പോലെ പണിയെടുക്കാന്നൊക്കെ. ഈ പട്ടി എന്ത് പണിയെടുക്കണത്? അതന്നെ എനിക്കും ചോദിക്കാല്ലേ. റേഷൻ കടയ്ക്ക് കൊണ്ടത് കല്ല് നമുക്കുണ്ടാ, സിമന്റ് നമുക്കുണ്ടാ, ഈ ഇങ്ങനെ ഓടി നടക്കുക. പട്ടിയെ പോലെ പണിയെടുക്കുക. ഓടേണ്ടി വരും രാവിലെ മുതല്. അവസ്ഥ ഒന്നും ശരിയല്ലട്ടാ. ഓരോ സംശയങ്ങളേ. എന്താ മഞ്ജുവാരന്റെ സൗന്ദര്യം കണ്ടിട്ടേ ഭാര്യക്ക് ഒരു സംശയം, ഈ ഡൈവേഴ്സ് ആയി കഴിഞ്ഞാല് സൗന്ദര്യം കൂടുമോന്ന്. എന്താ പറഞ്ഞേ? ഞാൻ ഒന്ന് തിരുത്താനൊന്നും പോയിട്ടില്ല. എന്താ ഞാൻ ഈ ഫോണിലൊക്കെ ഞാൻ ചിരിക്കണേ? ഇടക്കിടക്ക് നമ്മള് ഫോണിൽ നോക്കിയിട്ട് 4 ആൾക്കാരെ മുന്നിൽ നിന്ന് ഇങ്ങനെ ചിരിക്കണം. എന്തിനാ? നാട്ടുകാരും വിചാരിച്ചോട്ടെ ഞമ്മക്കും ലൈൻ ഉണ്ടെന്നൊക്കെ. അങ്ങനെയെങ്കിലും നമുക്ക് സമാധാനപ്പെടാമല്ലോ. ശരിയല്ലട്ടാ. അലാവുദ്ദീന്റെ അത്ഭുത വിളക്കും മേക്കപ്പ് ചെയ്ത പെണ്ണും ഒരുപോലെയാണ്. രണ്ടും തുടച്ചു കഴിഞ്ഞാൽ ഭൂതം പുറത്തു വരും. കുഞ്ഞാവാക്ക് പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു. പ്രണയം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് പ്രണയം. അങ്ങനെ രണ്ടാളും തമ്മിൽ ഒരു ദിവസം തെറ്റി. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഓള് വീണ്ടും മിണ്ടിയിട്ട് എനിക്ക് വിളിച്ചിട്ട് ഇവനോട് ചോദിച്ചു, ഇത്തരം ദിവസം ഞാൻ എന്നിട്ട് മിണ്ടാതായത് എനിക്ക് എന്തായിരുന്നു ഒരു ഫീലിംഗ് എന്ന്. അപ്പൊ ഇവൻ പറയാണ്, ഈ മില്ലിൽ അരി പൊടിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കറണ്ട് പോയാലുള്ള ഒരു സമാധാനം ഉണ്ടല്ലോ, അതാണെന്ന്. ശരിയാ. വീണ്ടും തെറ്റി ഇപ്പൊ കിടക്കല്ലേ. ശരിയല്ലട്ടാ. ഭാര്യ വീട്ടിൽ പോയിട്ട് ഒരു 4 ദിവസം നിന്നതിന് ശേഷം അവരങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാന്നുള്ളത് റോഡ് റോളർ തള്ളി സ്റ്റാർട്ടാക്കണക്കാട്ടും കഠിനാണ്. ശരിയല്ലട്ടാ. ഭർത്താവിന് അസുഖമായിട്ട് ICUവിൽ കിടക്കുന്ന സമയത്ത് ഭാര്യയായിരുന്നു കൂട്ടിനുണ്ടായിരുന്നത്. ഭാര്യ തൊട്ടപ്പുറത്തെ റൂമിൽ ഒരാളെ കൂടെ ഒളിച്ചോടി പോയി. അതറിഞ്ഞ ഭർത്താവിന്റെ അപകടനില തരണം ചെയ്തെന്നാണ് ഡോക്ടർമാര് പറഞ്ഞത്.
നമ്മള് നമ്മളെ ഭാര്യമാരെ നല്ല സ്നേഹിക്കണം. എത്രത്തോളം സ്നേഹിക്കണം എന്ന് വെച്ചാല് ആ സ്നേഹം കണ്ടിട്ട് നമ്മളെ ഭാര്യന്റെ ഫ്രണ്ട്സ് നമ്മളെ ഭാര്യനോട് ചോദിക്കണം, നിന്റെ അക്കാനോട് ഞങ്ങളെയും കൂടി ഒന്ന് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന്. എടാ ഈ ലോകത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ചൈനയാണെന്ന് പറഞ്ഞത് വളരെ തെറ്റാണ്. എന്റെ ഒരു അറിവില് ചൈനയാണ്. അത് തെറ്റാണെന്നാല് എന്റെ ഒരു അഭിപ്രായത്തില് അവിടുത്തെ ആളുകളെല്ലാം ഒരേ മുഖഷേപ്പാണ്. അവര് എണ്ണിയവർ തന്നെ വീണ്ടും എണ്ണിയുണ്ടാവും ചിലപ്പോ. അതെ 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 ഒന്നും ശരിയല്ലട്ടാ. ചെങ്ങായിമാരെ, ആണുങ്ങളെ പോലെ തന്നെ തുല്യരാണ് പെണ്ണുങ്ങൾ എന്ന് പറയുന്നവരോടും അതുപോലെ ആണുങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന പറയുന്ന പെണ്ണുങ്ങളോടും കൂടിയിട്ട് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. നിങ്ങൾ ഒരു കല്യാണത്തിന് ഇട്ടുപോയ ഡ്രസ്സ് ഒരു 10 കല്യാണത്തിന് നിങ്ങൾക്ക് അടുപ്പിച്ചിടാൻ പറ്റുമോ? ഞങ്ങളെ കൊണ്ട് അത് പറ്റും. ദേവൻ തന്നെ 4ാമത്തെ ദിവസമാണ് ഷർട്ട് എടുക്കുന്നത്. അതിന്റെ കൂടെ പറഞ്ഞു വല്ലാത്തൊരവസ്ഥ. അതൊന്നും ശരിയല്ലട്ടാ. നിഷാദേ, ഇന്ന് ചെങ്ങായ വാട്സപ്പിന്റെ ഗ്രൂപ്പും തുറക്കാൻ വയ്യ. എല്ലാ ഗ്രൂപ്പിലും പറയുന്നുണ്ട് ടീച്ചർ തോറ്റു. സാധാരണ പരീക്ഷയിൽ കുട്ടികളുടെ തോൽക്കുക, ടീച്ചർ തോൽക്കും. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എനിക്ക് രാഷ്ട്രീയം അറിയാം. എനിക്ക് ആ ചിരി വന്നിട്ട് അത് പറയാനും പറ്റില്ല കാര്യം. അങ്ങനത്തെ കാര്യങ്ങളാണ്. വല്ലാത്തൊരവസ്ഥ. അതൊന്നും ശരിയല്ലട്ടാ. നമ്മളെ കൺമുമ്പില് ഒരു 100 പെണ്ണുങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആണുങ്ങൾ എപ്പോഴും എന്താ നോക്കുകയെന്ന് അറിയാം. എന്താ നമ്മളെ ഭാര്യയോ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കണ പെണ്ണോ ആ കൂട്ടത്തിൽ ഉണ്ടോ എന്നുള്ളതാണ്. നല്ല സ്നേഹമുള്ള കാമുകനും ഭർത്താവ് അല്ലേ? സ്നേഹം കൊണ്ടല്ല, അവരില്ലാന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വായിൽ നോക്കാലോ. ശരിയല്ലട്ടാ. ഹലോ, എന്തിനാ എന്നെ കറപ്പാന്ന് വിളിച്ച്? ചെങ്ങായമാരെ, കുഞ്ഞാവടെ കാമുകി കുഞ്ഞാവടെ തോളില് തല വെച്ച് പൊട്ടിക്കറിഞ്ഞിട്ട് ഓനോട് പറയാണ്, എന്റെ ഭർത്താവിന് എന്നെ ഭയങ്കര സംശയമാണ്. അതിന്റെ സങ്കടത്തിൽ നിൽക്കണം. എടാ, കേരളത്തിലെ എല്ലാ ഭാര്യമാർക്കും കൂടിയിട്ട് ഒരു എക്സാം നടത്തി. എക്സാമിന്റെ ചോദ്യം ഇതായിരുന്നു, അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ആരെയാണ് ഭർത്താവായി വേണ്ടത്? 99% ഭാര്യമാരെ എഴുതിയത് ഈ ജന്മത്തിൽ കിട്ടിയ ഭർത്താവിന് തന്നെ മതി എന്നാണ്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ഈ 99% ഭാര്യമാര് പറഞ്ഞെന്താണെന്നറിയോ? ഈ ജന്മത്തിൽ തന്നെ അവരെ വളരെ കഷ്ടപ്പെട്ട് പരിശീലിപ്പിച്ചാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചത്. അതങ്ങനെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. എല്ലാവരും ശരിയല്ലട്ടാ. ചെങ്ങായിമാരെ, ഇംഗ്ലീഷിൽ കുറച്ച് സ്പെഷ്യൽ വാക്കുകളുണ്ട്. സുനാമി ടി സൈലന്റ് ആണ്. ഹോണസ്റ്റ് എച്ച് സൈലന്റ് ആണ്. സൈക്കോളജി പി സൈലന്റ് ആണ്. നൈഫ് കെ സൈലന്റ് ആണ്. വൈഫ് ഹസ്ബൻഡ് സൈലന്റ്. മനസ്സിലായിട്ടില്ല. എന്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് സൈലന്റ് ആയിരിക്കും. ചെങ്ങായന്മാരെ, നമ്മളെ ചങ്കി നിഷാദ് നാട്ടിൽ പണ്ട് നല്ലൊരു അനൗൺസ്മെന്റർ ആയിരുന്നു. അങ്ങനെ ഇലക്ഷൻ സമയത്ത് ഇവനെ അനൗൺസ് ചെയ്യാൻ വേണ്ടി വിളിച്ചു. അങ്ങനെ ഇവൻ വണ്ടിയിൽ അനൗൺസ് ചെയ്യാണ്, നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടുകളും സമൂസക്ക് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന്. അങ്ങനെ ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല. വണ്ടി തടഞ്ഞു നോക്കി, പേപ്പർ നോക്കിയപ്പോൾ മനസ്സിലായത് സഖാവ് മൂസ എന്നുള്ളതിന്റെ കുത്തുവൻ വായിക്കാണ്ട് നേരിട്ട് വായിച്ചിക്കാണ്ട് സമൂസ. വല്ലാത്തൊരവസ്ഥ. അന്ന് പാർട്ടി മാറി ഇപ്പൊ നല്ല പാർട്ടി ആയില്ലേ? വല്ലാത്തൊരവസ്ഥ. ഈ ബംഗാളികളെ കൊണ്ട് ആകെ കുടുങ്ങിക്കണില്ലേ? നമ്മളെ നാട്ടിലൊക്കെ ഏത് മേഖലയിൽ നോക്കിയാലും ബംഗാളികൾ തന്നെ. ഇക്കോലത്തിൽ പോവാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഇലക്ഷന് സ്ഥാനാർത്ഥിയായിട്ട് അവർ തന്നെ നിർത്തും. അത് ഒരിക്കലും നടക്കൂല. എന്താ എടാ, മേലനങ്ങാத்தைയും വേർക്കാத்தைയും പണയുണ്ട്. അതൊരിക്കലും നമ്മളെ മലയാളികൾ വിട്ടുകൊടുക്കില്ല. വല്ലാത്തൊരവസ്ഥ. മുടിയൊക്കെ ഇപ്പൊ നീട്ടി വളർത്തണേ അതൊരു ഓർമ്മക്ക് വേണ്ടിട്ടാടാ. എന്താ? പണ്ട് ഞാനൊരു പെൺകുട്ടിനെ നന്നായി സ്നേഹിച്ചിരുന്നു. അവൾക്ക് ഈ മുടി നീട്ടി വളർത്തുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അന്ന് ഞാൻ ഒരുപാട് മുടി നീട്ടി വളർത്തിയിരുന്നു. എന്നിട്ടോ എന്നിട്ട് അവളൊരു കഷണ്ടിക്കാരന്റെ കല്യാണം കഴിച്ച് അവള് പോയി.
വെട്ടിയേക്ക്